അഡ്വക്കേറ്റ് OJ ജലീഷ് അവർകൾ യുവജനക്ഷേമം കായിക SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മിടുക്കരും മിടുക്കികളുമായ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് അതേ ആദ്യം നോക്കി ഓരോ സംവിധായകനെ സംബന്ധിച്ച് പറയാറുള്ളതാണ്. നിർമ്മാതാവ് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു. അപ്പോൾ സംവിധായകനോട് പറഞ്ഞു തൃശ്ശൂരാണ് ഷൂട്ട് നടക്കുന്നത്. തൃശ്ശൂർ ഷൂട്ട് നടക്കുമ്പോൾ തൃശ്ശൂരൊക്കെ ഞങ്ങൾക്ക് ചെറിയ സ്വാധീനമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വലിയ കുഴപ്പമാണ്. നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന സാധ്യതകളായി ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു ഇവരുടെയൊക്കെ ഇന്ത്യയൊക്കെ സംഘടിപ്പിച്ച് പണമൊക്കെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു കയ്യടി കൊടുക്കണം അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഏറ്റവും സന്തോഷകരമായി നിൽക്കുന്നത് അവരായിരിക്കും. എനിക്ക് പ്രായം കൂടുകയാണോ അതോ ഒരു വയസ്സിന് പ്രായം കുറഞ്ഞു പോയതാണോ എന്ന് അറിയില്ല. എന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇത്രയും എനർജറ്റിക്കായ ഈ നാട്ടിലെ ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയട്ടെ. എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ, എത്രത്തോളം ആവേശമാണ് കൊടുക്കാൻ പറ്റുമോ അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങളെന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന്റെ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണിത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാൻ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകും. എൻ്റെ ഷൂട്ടിങ്ങിൽ ജോലി ചെയ്യും. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. അവരെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് മാതാപിതാക്കളുടെ അടുത്താണ്. കല്യാണമല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ഗോൾ. അവളെ ഒന്ന് സ്വന്തം കാലിൽ നിർത്താനും അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കാനുമാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ചുറ്റുമുറത്തുള്ള നാട്ടുകാർ കല്യാണത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഒരു പക്ഷേ ചോദിക്കാം. പക്ഷേ നാട്ടുകാർക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി വേണം ജീവിക്കാനായിട്ട്. അത് നിങ്ങളെല്ലാവരും തയ്യാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നിവിടെ വിജയികളായിട്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർ, നിങ്ങളെപ്പോലെ തന്നെ മാതാപിതാക്കളെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരു കൂട്ടരാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. സ്കൂളിലെ മികച്ച